CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യ പഠനത്തിന് വിട്ടു നൽകാനുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉപദേശക സമിതിയുടെ തീരുമാനത്തിനെതിരെ മകൾ ആശ ലോറൻസ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നടത്തിയ ഹിയറിംഗ് നിയമപ്രകാരമല്ലെന്നാണ് ആശ ലോറൻസിന്റെ വാദം. MM ലോറൻസിന്റെ അവസാന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന മകൻ സജീവന്റെ മൊഴിയുടെയും ഇത് സാധൂകരിക്കുന്ന 2 സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ മൃതദേഹം വൈദ്യ പഠനത്തിന് ഏറ്റെടുക്കാൻ സമിതി തീരുമാനിക്കുകയായിരുന്നു. നവമി തുടരുന്നു. നവമി, ഈ ആശാ ലോറൻസ് വിട്ടുകൊടുക്കുന്നില്ല. നേരത്തെ നമുക്കറിയാം മൃതദേഹം വൈദ്യപഠനത്തിന് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു മെഡിക്കൽ കോളേജ് അടക്കം. പക്ഷേ ഇനിയുള്ള നീക്കങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതെ രഞ്ജിത്ത്, ഈ മെഡിക്കൽ കോളേജിൽ അന്നത്തെ ഹിയറിംഗിന് ശേഷം ആശ ലോറൻസ് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം വലിയ വിമർശനമാണ് ഈ പ്രിൻസിപ്പൽ അടക്കമുള്ളവർക്കെതിരെ ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രിൻസിപ്പൽ തന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. താൻ വന്നപ്പോൾ തന്റെ പേര് ചോദിച്ചു, പിതാവാണെന്ന് തെളിയിക്കുന്നതിന്റെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രിൻസിപ്പലിനെതിരെ ആശാ ലോറൻസ് പറഞ്ഞത്. തനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അന്ന് തന്നെ ആശ പറയുകയും പിന്നീട് ഈ പ്രിൻസിപ്പലിന്റെ ഒരു ഉത്തരവ് വന്നിരുന്നു. ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകാമെന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിന് പിന്നാലെ തന്നെ ഹൈക്കോടതിയെ ആശ സമീപിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശ പറയുന്നത്, മകൾ സുജാത അവർ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതായത് മൃതദേഹം കളമശ്ശേരിക്ക് വിട്ടു നൽകണമെന്നോ അല്ല എന്നുണ്ടെങ്കിൽ മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നോ അങ്ങനെ ഒരു തീരുമാനവും മകൾ സുജാത പറഞ്ഞിട്ടില്ല. സജീവൻ മാത്രമാണ് ആ ഒരു നിലപാടിൽ നിൽക്കുന്നത്. പക്ഷേ സജീവൻ ആദ്യം പറയുന്നു തന്നോട് പിതാവ് പറഞ്ഞു എന്ന്. പിന്നീട് ഹിയറിംഗിന് പ്രിൻസിപ്പലിന്റെ മുന്നിലേക്ക് വരുമ്പോൾ മറ്റ് 2 സാക്ഷികളെ കൂടി ഹാജരാക്കുന്നു. അതൊരു കെട്ടിച്ചമച്ചതല്ലേ? അല്ലെങ്കിൽ ഈ മൃതദേഹം വിട്ടു നൽകാതിരിക്കാനുള്ളൊരു നടപടിയല്ലേ? അങ്ങനെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ സജീവൻ അങ്ങനെ പെട്ടെന്ന് 2 പേരെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വന്നത് എന്നൊരു കാര്യമാണ് ആശ ഉന്നയിക്കുന്നത്. എന്തായാലും ആശ ഇന്നും കോടതിയെ സമീപിക്കും. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന എന്ന് നമുക്ക് നോക്കിക്കാണാം. കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതി പ്രിൻസിപ്പലിന്റെ, അതായത് മെഡിക്കൽ കോളേജ് ഈ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശത്തിലേക്ക് വിട്ടിരുന്നു. അവരുടെ ഉത്തരവ് പ്രകാരം നടത്താം, അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരം നടത്താമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ആ നിലപാടിൽ തന്നെ, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി പറയുകയാണെങ്കിൽ ആശാ ലോറൻസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ, ഉത്തരവുകളൊക്കെ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട